ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു നാടൻ ചിക്കൻ കറിയാണ്. നമ്മൾ പൊറോട്ടയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും പത്തിരിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ചിക്കൻ കറിയാണ് ഇത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ചിക്കൻ കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. യമ്മി അടുക്കളയിലേക്ക് സ്വാഗതം. ഇനി നമ്മൾക്ക് കറി ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനുവേണ്ടി ചൂടായ ഒരു കടായിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 കിലോ ചിക്കൻ്റെ കറിയാണ് ഉണ്ടാക്കി കാണിക്കുന്നത്. നാടൻ കറികൾക്കൊക്കെ വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നതാണ് നല്ലത്. എണ്ണ നന്നായി ചൂടായി കഴിയുമ്പം ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ കടുകൊക്കെ നന്നായി പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 10 ചെറിയ ഉള്ളി ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയത് ചേർത്ത് കൊടുക്കുക. ചെറിയ ഉള്ളി ചേർക്കുമ്പം ഈ ചിക്കൻ കറിക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. അതേപോലെ തന്നെ 2 വലിയ സവാള നീളത്തിൽ ചെറുതായി അരിഞ്ഞതും ചേർത്ത് കൊടുക്കുക. നിങ്ങൾ അഥവാ ചെറിയ ഉള്ളി ചേർക്കുന്നില്ലെങ്കിൽ 3 വലിയ സവാള ഇതുപോലെ നീളത്തിൽ അരിഞ്ഞെടുത്താൽ മതിയാവും. ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഉള്ളിയൊക്കെ ഏകദേശം ഒന്ന് വഴന്നു കഴിയുമ്പോൾ ഇതിലേക്ക് നമ്മൾക്ക് 1 കുടം വെളുത്തുള്ളിയും 1 വലിയ കഷ്ണം ഇഞ്ചിയും ചതച്ചത് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 3 പച്ചമുളക് നെടുവേ കീറിയതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. ഇഞ്ചി വെളുത്തുള്ളിയുടെയൊക്കെ പച്ചമണം മാറുന്ന രീതിയിൽ നല്ലവണ്ണം ഒന്ന് വാട്ടിയെടുക്കണം. ഇപ്പോൾ ഉള്ളിയൊക്കെ നന്നായി വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, എല്ലാം ടീസ്പൂണിലാണ് കേട്ടോ ഞാൻ പറയുന്നത്. 3 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി. നിങ്ങൾ എരിവുള്ള മുളക് പൊടിയാണ് എടുക്കുന്നതെങ്കിൽ ഒരു 1.5 ടീസ്പൂൺ ചേർത്താൽ മതിയാവും. ഇനി ഇതിലേക്ക് നമ്മൾ മുളക് പൊടി എടുത്തതിൻ്റെ നേരെ ഇരട്ടിയായിട്ട് 6 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക. എപ്പോഴും മുളക് പൊടി എടുക്കുന്നതിൻ്റെ കുറച്ചധികമായിരിക്കണം മല്ലിപ്പൊടി എടുക്കേണ്ടത്. 3 ടീസ്പൂൺ മുളക് പൊടിയും 6 ടീസ്പൂൺ മല്ലിപ്പൊടിയുമാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ ചിക്കൻ മസാല കൂടി ചേർത്തതിന് ശേഷം പൊടികളൊക്കെ നന്നായി ഒന്ന് വഴറ്റി പച്ചമണം മാറ്റിയെടുക്കാം. ഈ സമയത്ത് ഫ്ലെയിം എപ്പോഴും ലോ ഫ്ലെയിമിലായിരിക്കണം. ഇപ്പോൾ മസാലപ്പൊടികളൊക്കെ നന്നായി വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കി ഒരല്പം മഞ്ഞളും ഇത്തിരി ഉപ്പും ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്ത് വെച്ചിരുന്നതായിരുന്നു. ഇത് നമ്മൾക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഒരു വലിയ തക്കാളി ഇതുപോലെ നീളത്തിൽ അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി ഒരു 2-3 മിനിറ്റ് നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. ചെറു തീയിൽ തന്നെ ഒരു 2-3 മിനിറ്റ് നന്നായി വഴറ്റി ചിക്കനിലേക്ക് ആ മസാലയൊക്കെ പിടിക്കുന്ന രീതിയിലൊന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ ചിക്കനിലേക്ക് നന്നായി മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട്. ഇത് മതിയാവും. ഇനി നമ്മൾക്ക് ഇതിലേക്ക് 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. ഒന്ന് ചൂടായി കഴിയുമ്പോൾ ചിക്കനിൽ നിന്ന് തന്നെ നന്നായി വെള്ളം ഇറങ്ങും. അതനുസരിച്ചിട്ട് വേണം നിങ്ങൾ വെള്ളം ചേർത്ത് കൊടുക്കാൻ. ഒരുപാട് വെള്ളം ഒഴിച്ച് ലൂസാക്കി എടുക്കരുത്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും ഒരല്പം കറിവേപ്പിലയും ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം മൂടി അടച്ച് വെച്ച് ചെറുതീയിൽ നന്നായി ഒന്ന് വേവിച്ചെടുക്കണം. ഒരു 3-4 മിനിറ്റിന് ശേഷം നമ്മൾക്ക് ഇതുപോലെ ഒന്ന് മൂടി തുറന്ന് നോക്കാം. ഇപ്പോൾ ചിക്കനൊക്കെ നന്നായി ഒന്ന് ചൂടായി ചിക്കനിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾക്ക് മൂടി അടച്ച് വെച്ച് ഒന്നും കൂടി ഒന്ന് വേവിച്ചെടുക്കാം. ചിക്കൻ വേവുന്നതനുസരിച്ച് ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങി വരും. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട കാര്യമില്ല. അഥവാ നിങ്ങൾക്ക് അടിയിൽ പിടിക്കുന്നുണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒരല്പം ചൂടുവെള്ളം കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ചിക്കൻ വേവിക്കാൻ വെച്ചിട്ട് ഏകദേശം ഒരു 15 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മൾക്ക് മൂടി തുറന്ന് നോക്കാം. ചിക്കനിൽ നിന്നൊക്കെ നന്നായി വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട്. കഷ്ണങ്ങളൊക്കെ പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. നമ്മൾക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം.
അഥവാ നിങ്ങൾക്ക് അധികം ഗ്രേവി ഇല്ലാതെ ഒരു പെരളൻ പോലെയാണ് വേണ്ടതെങ്കിൽ ഈ സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ഗ്രേവി ആയിട്ടാണ് എടുക്കുന്നത്. ഇനി ഈ കറിയിലേക്ക് ഞാൻ 1 കപ്പ് കട്ടി തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു വലിയ തേങ്ങയുടെ അരമുറി ചിരകിയെടുത്തതിന് ശേഷം ഒരല്പം വെള്ളം ഒഴിച്ച് നന്നായി ഒന്ന് മിക്സിയിലിട്ടടിച്ച് പിഴിഞ്ഞെടുത്തതാണിത്. ഒരു തണ്ട് കറിവേപ്പില കൂടി ചേർത്തതിന് ശേഷം നമ്മൾക്കിത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിനി നല്ല ഒരു തിള വന്നതിന് ശേഷം നമ്മൾക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഗ്രേവിയൊക്കെ നന്നായി തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത് മതിയാവും. ഇനി നമ്മൾക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം മൂടി അടച്ചു വെച്ച് ഒരു അരമണിക്കൂർ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അരമണിക്കൂറിന് ശേഷം നമ്മൾക്കിത് സെർവ് ചെയ്യാവുന്നതാണ്. നല്ല കുറുകിയ ഗ്രേവിയോട് കൂടിയിട്ടുള്ള നാടൻ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമ്മൾക്ക് സെർവ് ചെയ്യാവുന്നതാണ്. നിങ്ങളും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്തു നോക്കൂ. എല്ലാവർക്കും എന്തായാലും ഇഷ്ടപ്പെടുന്നതായിരിക്കും.